ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പെസഹ തിരുനാളാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പെസഹ അപ്പവും പാലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഫസ്റ്റ് നമ്മളിവിടെ ഉഴുന്ന് അരച്ചെടുത്ത് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ പച്ചരിക്കകത്തോട്ട് കുറച്ച് തേങ്ങാപ്പീരയും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ജീരകപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം. അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉഴുന്നില്ലേ, അതും ഇപ്പോൾ അരച്ച് വെച്ച ഈ അരിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി വെക്കാം കേട്ടോ നന്നായിട്ട്. അടുത്ത നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലിപ്പാത്രം ഇല്ലേ, ഇഡലിപ്പാത്രത്തിൻ്റെ മണ്ടയിൽ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അതിനകത്തോട്ട് ഓയിലൊന്നും തൂക്കിക്കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഈ കലക്കി വെച്ച മാവില്ലേ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി നമുക്ക് മൂടി വെച്ച് അടച്ചു വെക്കാവേ. ഇനി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലുണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ശർക്കരപ്പാനി ഉണ്ടാക്കണം കേട്ടോ. ചൂടുവെള്ളത്തിലോട്ട് നമുക്ക് ശർക്കര ഇട്ടുകൊണ്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാം കേട്ടോ. നമുക്കിനി അടുത്തതായിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ അരച്ചെടുക്കാവേ. ഇതിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ നമുക്ക് ആവശ്യമാണ്. ഫസ്റ്റ് നമ്മൾ ഒന്നാം പാൽ എടുത്തിട്ട് അതിനെ മാറ്റി വെക്കാവേ. എന്നിട്ട് നമുക്ക് രണ്ടാം പാലും എടുക്കാവേ. എന്നിട്ട് ഈ രണ്ടാം പാൽ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ. ഇനി ഈ തിളയ്ക്കുന്ന പാലിലോട്ട് നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് 2 സ്പൂൺ അരിപ്പൊടിയും പിന്നെ തേങ്ങാപ്പാലൂടെ ചേർത്ത് നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ദേ ഈ കുറുകി വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒന്നാം പാലും ഏലക്കായും പിന്നെ ചുക്കുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കും അച്ചു? നല്ലതായിരിക്കും അല്ലേ? കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സംസാരിക്കത്തില്ലേ? എന്താ ഊമയാണോ? ശരി, സംസാരിക്കണ്ട കേട്ടോ. എല്ലാവർക്കും പഴം ഇടുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇവിടെ എൻ്റെ അനിയത്തിക്ക് പഴം ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പഴം ഇട്ടത് കേട്ടോ.